KCS മണിയെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയപ്പോൾ സർ CP രാമസ്വാമി അയ്യരെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്താതിരിക്കുന്നത് എന്തുകൊണ്ടോ ചരിത്രത്തിനോട് ചെയ്യുന്ന നീതികേടായി എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിച്ചറിഞ്ഞപ്പോഴാണ് നാം എന്താണോ CP യെ കുറിച്ച് അറിഞ്ഞത് അതല്ല യഥാർത്ഥത്തിലുള്ള സർ CP രാമസ്വാമി അയ്യർ. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിൽ സർ CP രാമസ്വാമിയെ കുറിച്ചുള്ള അത് പരിപൂർണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതിനുശേഷം നിങ്ങൾ വിലയിരുത്തുക തിരുവിതാംകൂറിന്റെ യഥാർത്ഥത്തിലുള്ള ശത്രു ആരായിരുന്നു എന്ന്. അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമസ്കാരം. എൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മഴ കാരണം നമുക്ക് പുറത്തുള്ള ചില വീഡിയോകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴയൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും അധികം കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ നമ്മുടെ വിവരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ CP രാമസ്വാമി അയ്യർ എന്ന ഏകാധിപതിയും ക്രൂരനും നിഷ്ഠൂരനും എന്നൊക്കെയാണല്ലോ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ സർ CP രാമസ്വാമി ആരായിരുന്നു? സർ CP രാമസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ചേട്ട്പട്ട് പട്ടാഭിരാമൻ CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിന്റെ പിതാവ് ജഡ്ജായിരുന്നു, പട്ടാഭി രാമ അയ്യരായിരുന്നു. അമ്മ സീതാലക്ഷ്മി അമ്മാളായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഏക പുത്രനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. അപ്പൊ ഇവരുടെ പൂർവികരെ കുറിച്ചിട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവര് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലേക്ക് കുടിയേറി പാർത്ത ബ്രാഹ്മണരായിരുന്നു. ആ ബ്രാഹ്മണരെന്ന് പറയുന്നത് അവര് വടമ ബ്രാഹ്മണർ എന്ന വിഭാഗത്തിലാണ് എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അവരതിനുശേഷം അവിടെ നിന്ന് ആർക്കോട്ട് ജില്ലയിലേക്ക് വരികയും അവിടെയുള്ള ലോക്കൽ റൂളർ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാവിന് അവരുടെ പ്രവൃത്തികളും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് അതിന് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് പ്രതിഫലമായിട്ട് ചേട്ട്പട്ട്, അടയപ്പാളയം, മുറക്കണിയൂർ എന്നീ ഗ്രാമങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്തു പ്രതിഫലമായിട്ട്. പിന്നീട് അവർ അവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമാനായിരുന്നു, വളരെയധികം IQ വളരെ കൂടുതലുള്ള വ്യക്തിയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. വെല്ലസ്ലി കോളേജ് അതുപോലെ ഹൈസ്കൂള് എന്നിവിടങ്ങളിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് LLB എടുക്കുന്നത് മദ്രാസ് ലോ കോളേജിൽ നിന്നായിരുന്നു. ഈ പഠനത്തിലുടനീളം അദ്ദേഹത്തിന് അദ്ദേഹം ഗോൾഡ് മെഡൽ നേടിയിട്ടാണ് പാസ്സാകുന്നത്. 1903 മുതൽക്ക് 1916 വരെ അദ്ദേഹം മദ്രാസിലെ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്തു. പല പ്രമാദ കേസുകളും അദ്ദേഹം വാദിച്ച് വിജയിച്ചു. 1917 മുതൽക്ക് 18 വരെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പം അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. 1919 അത് 19 കഴിഞ്ഞ് 1920 അദ്ദേഹത്തിന് മദ്രാസ് ഹൈക്കോർട്ടിൽ ജഡ്ജിയായിട്ട് ഒരു നിയമനം ലഭിച്ചു. പക്ഷെ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മദ്രാസ് പ്രസിഡൻസിയുടെ ഇതിൽ അഡ്വൈസറായിട്ട്, അതായത് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ 1921 മുതൽക്ക് 23 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കുകയുണ്ടായി. ആ നിയമങ്ങളിലാണ് ഒന്ന് സിറ്റി മുനിസിപ്പാലിറ്റീസ് ആക്ട്, അതുപോലെ തന്നെ മദ്രാസ് ലോക്കൽ ബോർഡ്സ് ആക്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്താണ് അദ്ദേഹം നിർമ്മിച്ചതാണ്. അതിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. 1923 മുതൽക്ക് 28 വരെ അദ്ദേഹം എക്സിക്യൂട്ടീവ് മെമ്പറിൽ, അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലോ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു, അദ്ദേഹത്തിന് ചാർജ് ഉണ്ടായിരുന്നത് നിയമം, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ ഇറിഗേഷൻ അതായത് ജലസേചനം, പോർട്ടുകള്, ഇലക്ട്രിസിറ്റി എന്നിവയുടെ എല്ലാം ചാർജ് അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ആള് പ്രഗത്ഭനായിരുന്നു. 1926 അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൈറ്റ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ എന്ന പട്ടം ലഭിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സർ CP രാമസ്വാമി അയ്യരായിട്ട് അറിയപ്പെടുന്നത്. 1926, 1927 ഇന്ത്യൻ ഡെലിഗേറ്റ് അതായത് ലീഗ് ഓഫ് നേഷൻസിൽ, ജനീവയിൽ ഉണ്ടായിരുന്ന ലീഗ് ഓഫ് നേഷൻസിൽ അദ്ദേഹം ഇന്ത്യൻ ഡെലിഗേറ്റിനെ അതായത് അദ്ദേഹമായിരുന്നു അതിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത്. പിന്നീട് അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പറായിട്ട് മാറുകയും 1932 അദ്ദേഹം വട്ടമേശ സമ്മേളനം നടന്നു ലണ്ടനിൽ, അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 1932 മുതൽക്ക് 36 വരെ
അദ്ദേഹം അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്, തിരുവിതാംകൂറിലേക്ക് വരുന്നത്. തിരുവിതാംകൂറിലെ ശ്രീ ചിത്ര തിരുനാളിന്റെ മഹാരാജാവായ ശ്രീ ചിത്ര തിരുനാളിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം. 1933 അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു കേസ് വാദിക്കുകയുണ്ടായി മഹാരാജാവിന് വേണ്ടിയിട്ട്. അതായത് ഇന്നത്തെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടല്ലോ, ആ മുല്ലപ്പെരിയാർ ഇഷ്യൂ വരുന്നതിന് മുമ്പ് ആ പെരിയാറിലെ ആ ജലം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നതിന് എതിരെ കേസ് വാദിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലത്ത് ഇതിന് ഒരു പെർമിഷനും കൊടുത്തില്ല. അതിനുശേഷം പിന്നീട് സി അച്യുതമേനോന്റെ കാലത്താണ് ആ മണ്ടത്തരമായിട്ടുള്ള തീരുമാനം എടുത്ത് ഈ പെരിയാർ ഇഷ്യൂ, അതായത് മുല്ലപ്പെരിയാർ ഇഷ്യൂ അങ്ങനെ നിലനിൽക്കാനുള്ള കാരണം. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അതിനുള്ള അനുമതി, അദ്ദേഹം ഇലക്ട്രിസിറ്റി നിർമ്മിക്കാനുള്ള അധികാരവും അദ്ദേഹം കൊടുത്തില്ല. 1934 അദ്ദേഹം കാശ്മീരിന് വേണ്ടിയിട്ട്, അത് പല കാശ്മീരികൾക്ക് തന്നെ അറിയുമെന്നറിയില്ല, കാശ്മീരിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളാണ് സർ CP രാമസ്വാമി അയ്യർ. അതുപോലെ തന്നെ 1936 അദ്ദേഹം പിന്നീട് മഹാരാജാവിന്റെ ക്ഷണം ആദ്യം അദ്ദേഹം നിരസിച്ചെങ്കിലും പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ദിവാനായിട്ട് അദ്ദേഹം തിരുവിതാംകൂറിൽ എത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ശമ്പളം 6000 രൂപയാണ്. വലിയ ശമ്പളമാണ്. അത്രയും ശമ്പളം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരുന്നത്. അത് മുതൽക്ക് 36 മുതൽക്ക് 47 വരെ അദ്ദേഹം അവിടെ ട്രാവൻകൂറിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറില് അദ്ദേഹം ദിവാനായിട്ട് തുടർന്നു. ഇനി തിരുവിതാംകൂറിൽ എത്തിയപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള, അതായത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 1936 അദ്ദേഹം ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്, അതായത് നാനാജാതിയിലുള്ള ആളുകൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള ഒരു വിളംബരം അദ്ദേഹം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പുറപ്പെടുവിച്ചു. അത് CP രാമസ്വാമി അയ്യരായിരുന്നു അതിന് മുൻകൈയെടുത്തത്. അതിനുശേഷം അതായത് ആ ഒരു പ്രവൃത്തിയെ മഹാത്മാഗാന്ധി അടക്കം പ്രകീർത്തിച്ചു. അതുപോലെ തന്നെ നമുക്ക് സാധാരണ അറിയാം, ഒരു മന്ത്രിസഭയില്, അതായത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഏത് ഒരു രാജാവിന്റെയും വിജയത്തിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വിവേകത്തിനെ ആശ്രയിച്ചാണ് ആ രാജ്യത്തിന്റെ പ്രകൃതി അല്ലെങ്കിൽ ഭരണം നിലനിൽക്കുന്നതെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി, അതായത് ദിവാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഇതിൽ വരുന്നത്. അദ്ദേഹം ആദ്യം ചെയ്തത് അതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇലക്ട്രിസിറ്റി പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അദ്ദേഹം തുടങ്ങി, അതായത് പെച്ചിപ്പാറ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. അത് ഇപ്പോ ഇന്നത്തെ പുതിയ പേരിൽ കൊടയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. അത് തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്, തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലത്താണ്. പിന്നെ അതുപോലെ തന്നെ പെരിയാർ സാങ്ച്വറി, അതുപോലെ തന്നെ ഒരുപാട് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, അതായത് ജലസേചന പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫർട്ടിലൈസേഴ്സിന്റെ ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞുതരാം. ഫർട്ടിലൈസേഴ്സ്, അതുപോലെ FSCT, അതുപോലെ തന്നെ റയോൺ, സിമന്റ്, അലൂമിനിയം, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മരങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് അതിൽ ഈ ഫർണിച്ചർ നിർമ്മിക്കുന്നതിന് വേണ്ടി അത് എൻലാർജ് ചെയ്ത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യവസായം അദ്ദേഹം രൂപീകരിച്ചു, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം തോന്നിയ പോലെ ആയിരുന്നെങ്കിലും അതിന് ഗ്രേഡഡ് ആക്കി, അതായത് വിളയ്ക്കനുസരിച്ചിട്ട് നികുതി കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹമാണ് ആദ്യമായി ഈ തിരുവിതാംകൂറില് ലാൻഡ് റവന്യൂ അബോളിഷ് ചെയ്തത്. ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ടാക്സ് വേണ്ട എന്ന് വെച്ച ആളാണ് CP രാമസ്വാമി അയ്യർ. അതുപോലെ തന്നെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അത് വിപുലപ്പെടുത്തിയത് അല്ലെങ്കിൽ വ്യാപിപ്പിച്ചത് അദ്ദേഹമാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വലുതാക്കിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് അത് വലുതാക്കി ഇന്ന് കാണുന്ന രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ അവിടെ കുറെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിച്ചു. അതുപോലെ പത്മനാഭപുരം പാലസ് മാർത്താണ്ഡവർമ്മയുടെ അത് റിനോവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നവീകരിച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആർട്ട് ഗാലറി അത് എക്സ്പാൻഡ് ചെയ്തതും അദ്ദേഹത്തിന്റെ കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത്. 1937 അദ്ദേഹം തിരുവിതാംകൂർ എല്ലാ കാലത്തും മലയാളികൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. അത് മഹാരാജാവ് ചാൻസലറും അദ്ദേഹം വൈസ് ചാൻസലറും ആയിരുന്നു. പക്ഷേ അദ്ദേഹം വൈസ് ചാൻസലർ ആകുന്നതിന് മുമ്പ് ഇതിന്റെ വൈസ് ചാൻസലർ ആയിട്ട് കൊണ്ടുവരാൻ ഒരു പ്രഗത്ഭ വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ആരാണെന്നറിയോ? മറ്റാരുമല്ല, നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള
ആൽബർട്ട് ഐൻസ്റ്റീനെ വൈസ് ചാൻസലറായിട്ട് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം. ഒരുപാട് ശ്രമിച്ചു അദ്ദേഹം. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടാണ് അതിലായിരുന്നു അദ്ദേഹം താല്പര്യം. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ മറൈൻ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഈ മിനറൽ സയൻസ് ഉണ്ട്, റയർ ആൻഡ് എർത്ത്, ഇതിന്റെ മോണോസൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രികൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. 1939 അദ്ദേഹത്തിന് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഓണററി ആയിട്ട് LLD ഡിഗ്രി കൊടുക്കുകയുണ്ടായി. 1940 അദ്ദേഹം, അതും ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്, അതായത് റോഡുകളെ ദേശസാൽക്കരിച്ചത് അദ്ദേഹമാണ്. ഒരു കാലത്ത് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ റോഡിലൂടെ നടക്കാൻ പറ്റുകയായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്താണ് പൊതുജനങ്ങൾക്കുള്ളതാണ് റോഡ് എന്ന നിയമം, അദ്ദേഹമാണ് അത് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അലൂമിനിയം, സെറാമിക്, ഫെർട്ടിലൈസേഴ്സ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്, ഫാക്ടറി ഇൻഡസ്ട്രി. ഇതൊക്കെ സ്വകാര്യ മേഖലയിലല്ല, അതായത് ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള സ്വകാര്യ മേഖല, അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. 1940 അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശ്വവിഖ്യാതമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം പുറപ്പെടുവിച്ചു. അതാണ് ക്യാപിറ്റൽ പനിഷ്മെന്റ് അബോളിഷ് ചെയ്തു. അതായത് മരണശിക്ഷ വേണ്ട എന്ന് വെച്ച ഒരു വ്യക്തിയാണ് സർ CP രാമസ്വാമി അയ്യർ. അപ്പൊ ഏകാധിപതിയും ക്രൂരനും നിഷ്ഠൂരനും എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. അതുപോലെ അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് അഡൽട്ട് ഫ്രാഞ്ചൈസി, അതായത് പ്രായപൂർത്തി എത്തിയവർക്ക് വോട്ടവകാശം ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജാതിക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതിന് തെളിവായിട്ട് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ഒരു വനിതാ ജഡ്ജിയായി, അതായത് അന്ന ചാണ്ടിയെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിയായിട്ട് അദ്ദേഹം നിയമിക്കുകയുണ്ടായി. ഈ അന്ന ചാണ്ടി തന്നെയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഹൈക്കോർട്ട് വനിതാ ജഡ്ജിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അദ്ദേഹമാണ് സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ് തുടങ്ങുന്നത്. അതിലെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം ചെമ്മൻകുടിയെ നിയമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി ഏറ്റവും ആദ്യമായിട്ട് അദ്ദേഹം, ഇനി അത് മലയാളികളെല്ലാം എല്ലാവരും ഓർക്കേണ്ടതാണ്, അതായത് ഈ പാവപ്പെട്ട കുടുംബത്തിലുള്ള ആളുകളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മിഡ് ഡേ മീൽ സ്കീം ഉണ്ട്. അതായത് ഉച്ചയ്ക്കുള്ള ഊണ്, ഇപ്പോഴും അതൊക്കെ വലിയൊരു ഇതായിട്ടാണ് അല്ലെ, കുറെ കാലം ഉണ്ടായിരുന്നില്ല, വീണ്ടും വന്നതാണ്. അപ്പൊ മിഡ് ഡേ, അതായത് മിഡ് ഡേ മീൽസ് പ്രോജക്റ്റ്, അതായത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ വിതരണം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ പദ്ധതി അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. പിന്നീട് MGR അടക്കം അതിനെക്കുറിച്ച് പ്രകീർത്തിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്താണ്, ഇന്ന് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ്, അന്ന് ആകെ ഉണ്ടായിരുന്ന റവന്യൂ എന്ന് പറയുന്നത് 2.5 കോടിയായിരുന്നു തിരുവിതാംകൂറിൽ. അത് 9 കോടിയായി വർദ്ധിച്ചു റവന്യൂ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതൊന്നും അഡീഷണൽ ആയിട്ട് ഒരു നികുതിയും അദ്ദേഹം അഡീഷണലായി ഏർപ്പെടുത്താതെ ശരിക്കും കാര്യക്ഷമമായ ഒരു ഭരണമായിരുന്നു അതുണ്ടായിരുന്നത്. 1941 അദ്ദേഹത്തിന് KCSI എന്ന് പറയും, അതായത് നൈറ്റ് ഓഫ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ഒരു പട്ടം കിട്ടുകയുണ്ടായി. 1946 അപ്പോഴേക്കും പ്രക്ഷോഭങ്ങൾ ചിലതൊക്കെ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ മടുപ്പ്, ഇത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം റിസൈൻ ചെയ്തു. വേറെ ഇതിന് പോകാൻ തുടങ്ങിയപ്പോൾ മഹാരാജാവ് നിർബന്ധിച്ച് ഇത് റിസൈനേഷൻ അല്ലെങ്കിൽ രാജി പിൻവലിപ്പിച്ച് വീണ്ടും അദ്ദേഹം ദിവാനായി. അങ്ങനെയാണ് അദ്ദേഹം ആ സമയത്താണ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ പ്രഖ്യാപനം നടത്തുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജ്യം ഒരു പരമാധികാര രാജ്യമായിട്ട് നിലനിൽക്കും എന്ന പ്രഖ്യാപനമാണ് എല്ലാവർക്കും അത് എന്താ പറയാ തിരുവിതാംകൂറിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാരണം അദ്ദേഹത്തിന് അറിയാം തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു റിച്ച് സ്റ്റേറ്റ് ആണ്, ഒരുപാട് വിഭവങ്ങളുള്ള അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മണിയുടെ അറ്റാക്ക് ഉണ്ടായി 1947. ആ സമയത്ത് മണിയുടെ ആക്രമണത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ പോയി കിടന്നപ്പോ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ജൂലൈ 28 അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയുണ്ടായി മഹാരാജാവിന്. അതായത് ഒന്നുകിൽ 2 ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുക, അല്ലെങ്കിൽ സ്വയം പരമാധികാര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, വലിയൊരു കൂട്ടക്കുതി നടക്കേണ്ടി വരും, മെസാക്കർ ഉണ്ടാവും, അതിന് എതിരിടുക എന്ന് പറഞ്ഞു.
അപ്പോൾ മഹാരാജാവ് അത് തീരുമാനം എടുക്കുന്നില്ല. കാരണം അത് മഹാരാജാവ് വലിയ കൂട്ടക്കുരുതി ഒഴിവാക്കാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പിന്നീട് 19ാമത്തെ ദിവസം, അതായത് മണിയുടെ ആക്രമണത്തിന് ശേഷം 19ാമത്തെ ദിവസമാണ് അദ്ദേഹം തിരുവിതാംകൂർ വിട്ടുപോകുന്നത്. 1947 ഞാൻ നേരത്തെ പറഞ്ഞ KCS മണിയുടെ, ഞാൻ പറഞ്ഞില്ല, ജൂലൈ 26 ആ സമയത്താണ് ആക്രമണം ഉണ്ടായത്. ഇനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിമർശനങ്ങളുണ്ട്. അതായത് 1946 പുന്നപ്ര വയലാർ സമരത്തിൽ ഇദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ചു കൊന്നതിന് ഉത്തരവാദി അദ്ദേഹമാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തില് വാരിക്കുന്തവുമായി വരുന്ന ഒരു പ്രദേശം മുഴുവൻ, ഒരു രാജ്യത്തിന്റെ ഭാഗം കീഴടക്കാൻ വരുന്ന വലിയൊരു ജനക്കൂട്ടം, അവരെ രക്തസാക്ഷികളെന്നോ പോരാളികളാണെന്നോ എന്തു വേണമെങ്കിലും വിളിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ ഏത് രാജ്യവും ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ ഇന്ന് ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഛത്തീസ്ഗഡിലാണെങ്കിലും മറ്റുള്ളിടത്താണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈന്യം അവരായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഒരു ഭരണം നിലനിൽക്കുമ്പോൾ അവിടെ വേറൊരു ഭരണം വരാൻ പാടില്ല, അവിടെ വേറൊരു സ്വതന്ത്രമായി പോകാൻ പാടില്ല. അത്തരത്തിലുള്ള രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മഹാരാജാവിന് വേണ്ടി ഒരു പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ തിരുവിതാംകൂറിന്റെ ആർമിയും അതുപോലെ നേവിയും പങ്കെടുത്തിരുന്നു. അപ്പോ അദ്ദേഹത്തെ പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്, അതായത് ആ ആക്രമണത്തെ കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പശ്ചാത്താപിച്ചില്ല. കാരണം വാരിക്കുന്തവുമായിട്ട് പട്ടാളത്തിനെ നേരിടാൻ വരുന്ന വലിയൊരു ജനക്കൂട്ടത്തിനെ പിന്നെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് വാരിക്കുന്തമായിരുന്നെങ്കിൽ ഇന്ന് തോക്കും ബോംബും ഒക്കെ ആയിട്ടാണല്ലോ. അതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞ് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ലൈറ്റർ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് 1948 അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർ നൽകിയ എല്ലാ പട്ടങ്ങളും അദ്ദേഹം തിരിച്ചു കൊടുക്കുകയാണ്. അതായത് KCSIയും KCI ഒക്കെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് അയച്ചു കൊടുക്കുന്നു തിരിച്ച്. 1948 അദ്ദേഹം സൗത്ത് അമേരിക്കയും USA അതിലും അവിടെ സന്ദർശിച്ചിട്ട് ഹിന്ദുയിസത്തിനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണം അവിടെ നടക്കുകയാണ്. 1948 കഴിഞ്ഞ് പിന്നെ 49 മുതൽ 50 വരെ അദ്ദേഹം ഒരേ സമയം, അതായത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ തന്നെ അതിന്റെ മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്, എന്നിട്ട് അതിലേക്ക് വരാം. 49-50 അദ്ദേഹം അമേരിക്കൻ അക്കാഡമി ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് അറ്റ് കാലിഫോർണിയയിലെ അവിടെ അദ്ദേഹം പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഫിലോസഫിക്കൽ കോൺഗ്രസ്, ഈസ്റ്റ് വെസ്റ്റിലുള്ള ഫിലോസഫിക്കൽ കോൺഗ്രസിൽ അദ്ദേഹം ഡെലിഗേഷൻ, അദ്ദേഹം ഒരു പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലർ ആയിട്ട് വരുന്നത്. അതേ വർഷം അത് കഴിഞ്ഞതിന് ശേഷം 1955 തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായി. ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരേ സമയം 2 യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി കൂടിയാണ് CP രാമസ്വാമി അയ്യർ. പിന്നീട് 1955 അദ്ദേഹം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ പ്രതിനിധീകരിച്ച് ആ ഡെലിഗേഷന്റെ ലീഡറായി അദ്ദേഹം ചൈനയിലേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വന്ന അദ്ദേഹം ഒരു റിപ്പോർട്ട് ജവഹർലാൽ നെഹ്റുവിന് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നു ചൈനയുടെ പദ്ധതികളെ കുറിച്ചും ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഒരു മുന്നറിയിപ്പ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തെങ്കിലും ജവഹർലാൽ നെഹ്റു അത് അവഗണിച്ചു എന്നാണ് പിന്നീട് പലരും എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് വേറെയുണ്ട്, അദ്ദേഹത്തിന്റെ കാശ്മീരിന്റെ പ്രശ്നത്തിന് അദ്ദേഹത്തിനെ ഇവിടേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്, അതായത് UNOയിലേക്ക് ആ പ്രശ്നം അന്നന്നെ തീരുമായിരുന്നു. അതിന് ആ ഒരു ഡെലിഗേഷൻ അദ്ദേഹത്തിനെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പകരം CS വെങ്കടാചാര്യ എന്ന് പറയുന്നത് അദ്ദേഹം അന്നത്തെ ഒരു ടോപ്പ് ബ്യൂറോക്രാറ്റ് ആണ്. അയാളെ പറഞ്ഞയച്ചതിന് പകരം CP രാമസ്വാമി അയ്യരെ ആയിരുന്നു ആ UNOയിലേക്ക് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഗോപാലസ്വാമി അയ്യങ്കർ എഴുതി വെച്ചിരിക്കുന്നത്. 1966 അദ്ദേഹം പിന്നീട് ഇന്ത്യ വിട്ടു, ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ പോയിട്ട് 1966 സെപ്റ്റംബർ 26 രാവിലെ 11:30, അതായത് 11:30 മണിക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള ഒരു നാഷണൽ ലൈബ്രറി ക്ലബിലെ ഒരു ഈസി ചെയറിൽ ഇരുന്ന്, അങ്ങനെ ഇരുന്നിട്ട് മരിച്ച നിലയിൽ, ആ ഈസി ചെയറിൽ മരിച്ച നിലയിലാണ് അദ്ദേഹത്തിനെ കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ശരിയോ തെറ്റോ നിങ്ങൾ വിലയിരുത്തുക. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.